ഈ യാത്ര കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ്. പൂമ്പാറ, കൂക്കാൽ, മന്നവന്നൂർ, പൂണ്ടി, ക്ലാവര എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ ഗ്രാമങ്ങൾ എല്ലാം തന്നെ കൊടൈക്കനാലിൽ പോകുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഇടങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ശ്യാം വിശ്വാസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ കണ്ട കാഴ്ചകളും മറ്റുമൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഈ ഒരു സിറ്റിയുടെ പുറത്തോട്ടേക്കാണ്. അതായത് കൊടൈക്കനാൽ സിറ്റിയുടെ ഔട്ടറിലായിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാറുണ്ട്. പൂമ്പാറ, കുക്കാൽ, ക്ലാവര, പൂണ്ടി, മന്നവന്നൂർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. കൊടൈക്കനാൽ വരുന്ന ആളുകൾ സാധാരണയായിട്ട് ഇവിടെയുള്ള തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളായിട്ടുള്ള നമ്മുടെ ഗുണ കേവും, പില്ലർ റോക്കും, മോയാർ വ്യൂ പോയിന്റും, പിന്നെ ലേക്കും, അങ്ങനെയുള്ള ഇവിടെ ഒരു ഇന്നർ സർക്കിളായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട്. അതൊക്കെ കണ്ട് തിരിച്ചു പോകാനാണ് പതിവ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങുകയാണ്. കാരണം കുറച്ച് രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിട്ട് ഈ ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഒരു 40 കിലോമീറ്റർ അങ്ങോട്ടേക്കും 40 കിലോമീറ്റർ ഇങ്ങോട്ടേക്കും, ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. പക്ഷെ ആ ഡ്രൈവ് നഷ്ടമാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. രാവിലെ 7 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങിയതാണ്. കൊടൈക്കനാൽ നഗരം ഉണർന്നു വരുന്നതേയുള്ളൂ. ആളുകളെല്ലാം തന്നെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലും മറ്റുമായിരിക്കാം. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഞങ്ങളങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പ്രവേശിച്ചു. ഇവിടുന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരത്തോളമാണ് ഈ ഒരു നഗരങ്ങളിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത്. പോകുന്ന വഴിക്ക് ഓരോരോ ഗ്രാമങ്ങളായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം. യാതൊരു വിധത്തിലുള്ള ട്രാഫിക്കിൻ്റെയും ബുദ്ധിമുട്ടുകളില്ലാതെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് പച്ചപ്പും കോടമഞ്ഞും എല്ലാം തന്നെ ആസ്വദിച്ച് രാവിലെ തന്നെയുള്ള ഈ ഒരു ഡ്രൈവ് ഞാൻ പരമാവധി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ തന്നെയല്ലേ ഒരു വൈബ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പൂണ്ടിയിലേക്ക് പോകുന്ന ആ ഒരു വഴിക്കുള്ള ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ് പഴനിമല വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പഴനിമല കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ എൻ്റെ മുമ്പിൽ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റൂട്ടിലേക്ക് കയറിയ സമയത്ത് ആദ്യം തന്നെ കണ്ട ഒരു വ്യൂ പോയിന്റ് ആണിത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വ്യൂ നമുക്കത് സമ്മാനിക്കുന്നുമുണ്ട്. ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പൂമ്പാറയാണ്. പൂമ്പാറ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമം. അങ്ങനെ അടുത്ത സ്പോട്ടാണ് നമ്മളെ ഇവിടെ പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമമല്ലേ. അപ്പോൾ ആ ഗ്രാമം നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. ഇതാ കാണുന്നതാണ് പൂമ്പാറ. ഈ ഒരു ഗ്രാമത്തിനടുത്തായിട്ട് തട്ടുതട്ടുകളായി തിരിച്ച കുറച്ച് ഭൂമി നിങ്ങൾ കാണുന്നില്ലേ? ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളാണ് ഇവയെല്ലാം തന്നെ. പേരുകേട്ട പലതരം സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പൂമ്പാറ കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത് കൂക്കാലാണ്. കൂക്കാലിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. കാരണം ഇരുഭാഗത്തുമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന വളരെ വലിയ മരങ്ങളാണ്.
എന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ നല്ലൊരു വ്യൂ ആണ് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ വന്യമൃഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്, വളരെ മികച്ച ക്ലൈമറ്റുമാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ചെറിയൊരു തടാകമാണിത്. അത്യാവശ്യം നല്ലൊരു പ്രകൃതി ഭംഗി തോന്നിയത് കൊണ്ട് ഇവിടെ വാഹനം സൈഡാക്കി ഒരല്പനേരം റെസ്റ്റ് എടുത്തു. എൻ്റെ സുഹൃത്തായ വികാസിൻ്റെ മകനാണത്, വിഹാൻ. ആള് മിടുക്കനാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവരോടും നല്ല കമ്പനിയാണ്. കൂക്കാലിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉൾപ്രദേശങ്ങളിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ഫാമിലി ഉള്ളതുകൊണ്ടും സമയം വളരെ കുറവായതുകൊണ്ടും ഞങ്ങൾ ഒരുപാട് ഉള്ളോട്ടേക്ക് വാഹനം കൊണ്ടുപോകാനോ ട്രക്ക് ചെയ്യാനോ മുതിർന്നില്ല. പകരം തിരിച്ച് വീണ്ടും മന്നവന്നൂർ ഭാഗത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ, കൊടൈക്കനാൽ പൂണ്ടി റൂട്ടിലെ മന്നവന്നൂരാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ പൂണ്ടി എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിലൊരു സ്ഥലമാണ് മന്നവന്നൂർ. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. വെറുതെ അല്ല, ഇവിടെ ഈ ഒരു മന്നവന്നൂരിനെ മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നല്ല വ്യൂ കാണാൻ സാധിക്കും. അത്യാവശ്യം മഞ്ഞുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അടിപൊളി ക്ലൈമറ്റ് ആട്ടോ അപ്പോൾ ഇവിടെ. മന്നവന്നൂരിൽ ഒരു അടിപൊളി സ്ഥലം നിങ്ങൾക്ക് കാണാനുണ്ട്. ഒരു സ്പോട്ടുണ്ട് ഇവിടെ. എൻ്റെ പേര് ഷിപ്പ് ഫാം എന്നാണ്. അതായത് ചെമ്മരിയാടുകളെ മേയ്ക്കുന്ന ഒരു ഫാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വെറും 20 രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് ഉള്ളൂ. അപ്പോൾ ഇത് മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഞാനങ്ങോട്ട് കയറാൻ പോകണേ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. കൊടൈക്കനാൽ ഔട്ടർ വളരെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മന്നവന്നൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ഷിപ്പ് ഫാമിലേക്കാണ് ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അതാ കയറുമ്പോൾ തന്നെ നമ്മളിങ്ങനെയുള്ള സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ചുറ്റുപാടും ഗ്രാസ് ലാൻഡാണ് കേട്ടോ. അപ്പോൾ ഇനി മുകളിലോട്ട് കയറി നമുക്ക് ചെമ്മരിയാടുകളും അതേപോലെ തന്നെ റാബിറ്റ് മുയലുകളൊക്കെ വളർത്തുന്നതും അവയെ മേയാൻ വിട്ട ഒക്കെ കാണാൻ സാധിക്കും. എന്തായാലും വേണ്ടില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വേഗം ഓടിക്കരട്ടെ. സോ ഗൈസ്, മന്നവന്നൂർ ഒരു വല്ലാത്ത ഊര് തന്നെ. അപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഞാൻ കാണിച്ചു തന്നല്ലോ. രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പാണ്. നല്ല തണുത്ത കാറ്റാണ് അടിച്ചുകൊടുക്കുന്നത്. അവിടെ ദൂരെയായിട്ട് ചെമ്മരിയാടുകൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് അങ്ങ് ദൂരെയായിട്ട് ഒരു തടാകം കാണാം, മന്നവന്നൂർ ലേക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വൈഡായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. കണ്ടല്ലേ? ചെറിയ പുൽമേടുകളും കുഞ്ഞു കുഞ്ഞു മരങ്ങളും അതിൻ്റെ പുറകിലായിട്ട് വലിയ മലയൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. കിടലൻ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കൊടൈക്കനാൽ ഹോഴ്സ് റൈഡ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഹോഴ്സ് റൈഡിങ് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഒന്ന് ചെയ്താലോ? വാ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. ശരിക്കും വേണം മന്നവന്നൂരിൻ്റെ അപ്പുറത്തേക്കും പോകാൻ സ്ഥലങ്ങളുണ്ട്. നമുക്ക്
പൂണ്ടി എത്തുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലാവര വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സമയം കുറച്ചൊന്നും പോലെ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വിടുന്നത് ടൈം അങ്ങോട്ട് പോയി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹോട്ടലിൽ ചെക്കൗട്ട് ടൈം പറഞ്ഞിരിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചെക്കൗട്ട് ടൈം 10 മണി, രാവിലെ 10 മണിയാണ് പറയാം. ഞങ്ങൾ അതിരാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകദേശം 11 മണി, 1 മണിക്കൂർ ലേറ്റാണ്. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ പണി പാടും. പക്ഷെ ഒരു വരവ് കൂടെ ഞാൻ ഈ പൂണ്ടിയിലേക്ക് വരുന്നതായിരിക്കും, അന്ന് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരു വലിയൊരു താങ്ക്സ്. അപ്പോൾ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, എൻ്റെ യാത്രകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ യുവേഴ്സ് ശ്യാം വിശ്വാസ്. ശരിക്കും പറയുകയാണെങ്കിൽ പൂണ്ടിയും ക്ലാവരയും കാണാൻ സാധിക്കാത്തതിൽ അതിയായ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓരോ യാത്രയും ഓരോ പാഠങ്ങളാണ്. അപ്പോൾ ഞാനിൽ നിന്നും പഠിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്ഥലങ്ങൾ നമുക്ക് കണ്ടു തീർക്കണമെങ്കിൽ വളരെ കുറഞ്ഞ സമയമൊന്നും പോരാ. ഒരു ദിവസം മുഴുവനായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളും കൊടൈക്കനാലിൽ നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഒരിക്കൽ കൂടി ഈ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.